നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കമ്പ്യൂട്ടർ എങ്ങനെ മാക്ബുക്ക് പ്രോ പോലെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡിസൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ സ്കിൻ പാക്ക് ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ സ്കിൻ പാക്ക് ഉപയോഗിച്ച് അതിന് ഡിസൈൻ ചെയ്യും. പക്ഷേ നമ്മുടെ ഓരോ ഫയൽ ഓപ്പൺ ചെയ്താൽ പോലും മാക്ബുക്ക് പ്രോയുടെ കൂട്ട് തന്നെ ആവണമെങ്കിൽ നമ്മൾ കുറച്ച് പരിപാടി ചെയ്യണം. അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോ കൂടെ കാണിച്ചിരുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറിനെ മാക്ബുക്ക് പ്രോ പോലെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എന്നെ വിളിച്ചുകൊണ്ടെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതല്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. മാക്ബുക്ക് പ്രോ പോലെ ആക്കുന്നതിന് മുമ്പ് നമ്മുടെ കമ്പ്യൂട്ടർ ഇപ്പോൾ വിൻഡോസിലാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ടൂൾ ബോർ മേളിലോട്ടൊന്ന് ആക്കിയെന്നേ ഉള്ളൂ, താഴെ നിന്ന് മേലോട്ടൊന്ന് ആക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ കമ്പ്യൂട്ടറിനെ ഒന്ന് മാക്ബുക്ക് പ്രോയുടെ കൂട്ടൊന്ന് ആക്കിയാലോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വിൻഡോസിൻ്റെ ഇതിലാണ് കിടക്കുന്നത്, വിൻഡോസ് ആണ് ഈ കിടക്കുന്നത് ഇതൊക്കെ. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിനെ ഒന്ന് മാക്ബുക്ക് പ്രോയുടെ കൂട്ടാക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ ആദ്യം ഓപ്പൺ ചെയ്യുന്നത് സെക്യൂർ UX എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്, ഒരു സിപ്പ് ആപ്ലിക്കേഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി സെക്യൂർ ആപ്ലിക്കേഷൻ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിട്ടേക്കുവാണ്. ഇപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും വരുന്നത്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എസ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനിലായിരിക്കും വരുന്നത്. ഇവിടെ ഇപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന ഓപ്ഷൻസോടൊക്കെ എഗ്രി ആണെന്നുണ്ടെങ്കിൽ മാത്രം എഗ്രി പ്രസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇപ്പം ഇത് ഞാൻ ഓൾറെഡി സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾഡ് ആണ്, അതുകൊണ്ട് ഇവിടെ അൺഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടെ നമുക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞെക്കി നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലോട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആവണമെങ്കിൽ നമ്മുടെ സിസ്റ്റം ഒന്ന് ഇൻസ്റ്റാൾ ഞെക്കിയ ശേഷം 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മുടെ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. റീസ്റ്റാർട്ട് ചെയ്ത ശേഷം മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആയി കിടക്കത്തുള്ളൂ. ഇതിനുശേഷം നമുക്ക് ഇവിടെ കാണാം സ്റ്റാർ തീം ടൂൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സ്റ്റാർട്ട് തീംസ് ടൂൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടക്കുന്നതാണ്. ഞാൻ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരിലൊരു ഫയൽ വന്നേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഫയലൊന്ന് താഴോട്ടാക്കിയ ശേഷം ബാക്കിയെല്ലാം ഈ ഒരു ഫയലാണ് സെറ്റപ്പ്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓൾറെഡി നമ്മളൊരു സ്കിൻ പാക്ക് ഡൗൺലോഡ് ചെയ്തിട്ടേക്കണം. അത് ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് iOSൻ്റെ സ്കിൻ പാക്ക് ആണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓൾറെഡി അത് ഇൻസ്റ്റാൾഡ് ആയിരിക്കണം. അപ്പം ഞാനിവിടെ ജസ്റ്റ് ഇവിടുന്ന് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കുറേ കാര്യങ്ങൾ കിടക്കുന്നത്. അപ്പോൾ ഇതിൽ ഏത് തീം പാക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ആക്റ്റീവ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ macos എന്ന് പറഞ്ഞൊരു തീം പാക്കാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അത് 13-ലാണ് കിടക്കുന്നത്. പലർക്കും പലയിടത്തായിട്ടായിരിക്കും കിടക്കുന്നത്. ഈ ഒരു നമ്പർ കൂടുതലായിരിക്കത്തില്ല, പലയിടത്തായിട്ടായിരിക്കും കിടക്കുന്നത്. ഇപ്പം ഞാനിവിടെ macos എന്ന് പറഞ്ഞൊരു തീം പാക്കിലോട്ട് സെലക്ഷൻ കൊടുത്ത ശേഷം ഞാനിവിടെ അപ്ലൈ നൗ എന്ന് പറഞ്ഞ് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓറഞ്ച് സ്ക്രീനായി മാറിക്കുന്നതാണ്. ഓറഞ്ച് സ്ക്രീനിലോട്ട് മാറിക്കുന്നതാണ്. ഇതിന് ശേഷം നിങ്ങളുടെ തീം അപ്ലൈ ആയിട്ടുണ്ട്. അപ്ലൈ ആകുമ്പോൾ നിങ്ങളുടെ ഫയലിൻ്റെയൊക്കെ ഒരു ഡിസൈൻ മാറിയിട്ടുണ്ട്. നേരത്തെ ഇവിടുത്തെ ഇൻഡ്യൂൻ്റെ മാർക്കൊക്കെ ഒരു റെഡ് ഡോട്ടായി മാറിയൊക്കെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇതൊന്ന് ക്ലോസ് ചെയ്തേക്കാം. ഇപ്പോൾ ഇൻഡു മാർക്കായിട്ടുണ്ട്. മേളിൽ നമുക്ക് കാണാം വിൻഡോസിൻ്റെ ആ ഒരു ഐക്കൺ മാറിയിട്ട് ആപ്പിളിൻ്റെ ഒരു ഐക്കണായി മാറിയിട്ടുണ്ട്. അപ്പോൾ ആപ്പിളിൻ്റെ ഐക്കണിൽ നിന്നും പ്രസ് ചെയ്താൽ താഴോട്ട് നമുക്കൊരു വിൻഡോസിൻ്റെ അതേപോലെ തന്നെ ഒരു സ്ക്രീനിലായിട്ട് ഓപ്പൺ ആയി വരും. അപ്പോൾ നമുക്ക് ഇതിന് ശേഷം അതും കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റും. അതിനും കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിന് ശേഷം നമ്മൾ റെനോമീറ്റർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. റെനോമീറ്റർ ഞാൻ ഓൾറെഡി എൻ്റെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാളേഷൻ എന്ന് കാണിക്കുവാണ്. ഇവിടെ നിങ്ങൾ ഇൻസ്റ്റാൾ കൊടുക്കുവാണ്. ഇൻസ്റ്റാൾ കൊടുക്കുമ്പം ഇൻസ്റ്റാളേഷൻ കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ റണ്ണിങ് ആയിട്ട് വരും. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഫിനിഷിങ് കഴിഞ്ഞ ശേഷം നമുക്ക് അടുത്തത് വേണ്ടത് നെക്സസ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. നെക്സസിൻ്റെ പ്രയോഗം എന്ന് വെച്ചാൽ നെക്സസ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് നമുക്കിപ്പോൾ ഒരു ഡോക്ക് ക്രിയേറ്റ് ചെയ്യണം, ഒരു ഡോക്ക് വേണം. ആ ഡോക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ നെക്സസ് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. നെക്സസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാളേഷൻ നടന്ന ശേഷം താഴെ നിങ്ങൾക്കൊരു ഇത് വന്നേക്കുന്നതാണ്. നെക്സസ് ആയിട്ട് താഴെ നിങ്ങൾക്കൊരു ഓപ്ഷൻ വന്നേക്കുന്നതാണ്. ഇതാണ് നെക്സസ്. അപ്പം നെക്സസ് ഇതാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ ജസ്റ്റ് നെക്സസ് ഒന്ന് ലോഡിങ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് നെക്സസ് ലോഡിങ് ആയ ശേഷം മാത്രമേ നെക്സസിൻ്റെ ഉപയോഗം ഞാൻ കാണിച്ചു തരുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് ലോഡിങ് ആവുന്ന ശേഷം നെക്സസിൽ നമുക്ക് ഏതൊരു ആപ്ലിക്കേഷനും കൊണ്ടുവന്ന് പിൻ ചെയ്തിടാൻ പറ്റും. അതുപോലെ തന്നെ ഏതൊരു ആപ്ലിക്കേഷനും പിൻ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ നമുക്ക് എളുപ്പത്തിൽ ഓപ്പൺ ചെയ്യാനും നെക്സസിൻ്റെ സഹായത്തോടെ നമുക്ക് സാധിക്കും. അതാണ് നെക്സസിൻ്റെ ഏറ്റവും വലിയൊരു ഉപയോഗം. അതാണ് ഡോക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നതിൻ്റെ ഒരു ഉപയോഗം. ഇതുപോലുള്ള ഡോക്കിൻ്റെ കാര്യങ്ങളൊക്കെ നെക്സസ് വഴി നമുക്ക് ഡിസൈൻ ചെയ്തിടാം. ഏത് സൈസ് ഡോക്ക് വേണോ, ഏത് സൈഡിലോട്ട് ഈ ഒരു ഡോക്കിന് ഈ സൈഡിലോട്ട് ആക്കിയിടണോ അതോ ഈ സൈഡിലോട്ട് ആക്കിയിടണോ, ഏത് സൈഡിൽ വേണമെങ്കിലും ഡോക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്തിടാൻ പറ്റും. ഇനി നമുക്ക് മൗസ് പോയിൻ്റ് ഒന്ന് നോക്കിയേ. ഈ തീം അപ്ലൈ ചെയ്തപ്പോൾ മൗസ് പോയിൻ്റ് ഒന്ന് ബ്ലാക്ക് ആയിട്ടുണ്ട്, മൗസ് പോയിൻ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി രണ്ടാമത് നമുക്ക് 7 സ്റ്റെപ്പ് GUI എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രയോജനം എന്ന് വെച്ചാൽ
നമ്മുടെ കമ്പ്യൂട്ടറിലെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രയോഗം എന്ന് വെച്ചാൽ iOS നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഐക്കൺസ് ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും. അതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാനിവിടെ ഡൗൺലോഡ് സെക്ഷൻ വരുവാണ്. ഡൗൺലോഡ് സെക്ഷൻ വന്ന ശേഷം നമുക്ക് എൻ്റെ ഫോണിൽ വല്ല ഇത് കിടപ്പുണ്ട്, കമ്പ്യൂട്ടറിൽ വേറെ. സോ ഗൈസ്, നമ്മുടെ ഡോക്ക് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. കണ്ടോ, ഡോക്ക് ഇവിടെ വർക്കിംഗ് ആണ്. അപ്പോൾ ഈ ഡോക്കിനകത്ത് വർക്കിങ്ങും കാര്യങ്ങളും ഇവിടെ നമുക്ക് ഫ്ലാഷ് ബൂട്ട് ഈസ് ഓഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഡോക്കിൽ ഓരോ ഓപ്ഷൻസും നമുക്കിവിടെ ലഭ്യമാണ്. ഡോക്കിൽ നമുക്ക് ഓരോ ഓപ്ഷൻസ് ഇത് ചെയ്തിലാക്കാൻ പറ്റും. ഇനി നമുക്ക് ഡോക്കിൽ ഇങ്ങനൊരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റം പെർഫെക്റ്റ്ലി ഒന്ന് ലോഡിങ് ആയ ശേഷം മാത്രമേ ഡോക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ നല്ല രീതിയിൽ വർക്കിംഗ് ആവത്തുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനൊരു പ്രശ്നം വരില്ല. ചില ഹൈ എൻഡ് വേരിയൽ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു പ്രശ്നം വരത്തില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് വർക്കിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു കാര്യങ്ങളും എടുത്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ലെന്നല്ല, വേറൊരു കാര്യങ്ങളും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിവിടെ ജസ്റ്റ് ഫയലിനകത്ത് ഞാൻ ചെന്നിട്ട് വിൻഡോസ് 11 പാക്കേജ് നമ്മൾ എടുത്ത് വെളിയിലോട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിൻഡോസ് 7 പാക്കേജ് ഒന്ന് ഇതാക്കി നോക്കാം. എക്സ്ട്രാക്റ്റ് ഹിയർ കൊടുക്കുകയാണ്. അപ്പോൾ എക്സ്ട്രാക്റ്റ് ഹിയർ കൊടുക്കുമ്പോൾ ഇതിനകത്തുള്ള ഉള്ളിലുള്ള ഫയലൊക്കെ നമുക്ക് ഇവിടെ എക്സ്ട്രാക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഇവിടെ എക്സ്ട്രാക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഫയൽ വന്നേക്കുന്നതാണ്. കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ കുറച്ച് ഫയൽസൊക്കെ എക്സ്ട്രാക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു 7THP എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് ഐക്കൺ എങ്ങനെ ഇനേബിൾ ചെയ്യണം. അപ്പോൾ ആഡ് ടു കസ്റ്റമർ പാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം 7THP ക്ലിക്ക് ചെയ്ത ശേഷം ജസ്റ്റ് ഓപ്പൺ എന്ന് മാത്രം കൊടുക്കുക. അതിനുശേഷം എക്സ് എടുക്കുക. അപ്പം ആൾറെഡി ഈ ഒരു ടൂൾ നമ്മൾ ഇവിടെ ഓപ്പൺ വർക്കിങ്ങിലാണെന്നാണ് കാണിക്കുന്നത്. അതിനുശേഷം നിങ്ങൾ സ്റ്റാർട്ടേ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർട്ട് തന്നെ കൊടുക്കുക, എസ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ലോഡിങ് ആയി വരും. അപ്പോൾ ഇത് പ്രോസസ്സിങ് ആയി വരാൻ ഇച്ചിരി നേരം എടുക്കും. കാര്യം നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് ഇത് മൊത്തം ഒന്ന് ഇൻസ്റ്റാൾഡ് ആയി വരണമെങ്കിൽ ഇച്ചിരി സമയം എടുക്കും. അപ്പോൾ അതുപോലെ തന്നെ ഡോക്ക് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഡോക്കിന് മുമ്പ് ഡോക്ക് നമ്മൾ ഇട്ട ശേഷം ഇപ്പോൾ സോ ഗൈസ് നമുക്കിപ്പോൾ ഐക്കോൺ പാക്ക് എല്ലാം സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഐക്കോൺ പാക്ക് കൊടുത്തത് വിൻഡോസ് 11 ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് മാക് ബുക്കിൻ്റെ ആണെങ്കിൽ മാക് ബുക്കിൻ്റെ ഐക്കോൺ പാക്ക് നിങ്ങൾ ഉറപ്പായും ഡൗൺലോഡ് ചെയ്തേക്കണം. ഇല്ലാതെ നിങ്ങൾക്ക് മാക് ബുക്ക് ഐക്കോൺ പാക്ക് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല. ബിഗ് ഷ്യൂർ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ബിഗ് ഷ്യൂർ എന്ന് പറഞ്ഞ ഈ ഒരു സോഫ്റ്റ്വെയറും കൂടെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ബിഗ് ഷൂർ സോഫ്റ്റ്വെയർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു സോഫ്റ്റ്വെയറിനകത്ത് ഇവിടെ ഒരു സ്ക്രീനിങ് കാണിച്ചേക്കുന്നത്. ഈ സ്ക്രീനിങ് ടൈപ്പ് പോലെ നമുക്ക് iOS മാക്ബുക്കിൻ്റെ അതേപോലുള്ള സ്ക്രീനിങ് ആണ്. ഈ ടൈപ്പ് തന്നെ നമുക്കിവിടെ കിട്ടുകയും ചെയ്യും. ഇപ്പോൾ നമുക്ക് ആ ടൈപ്പിൽ സ്ക്രീനിങ് ഒന്ന് ചെയ്താലോ. ഇപ്പോൾ നമുക്ക് ഇവിടെ താഴോട്ട് പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് സെലക്ട് ചെയ്ത് ഈ 2 ഓപ്ഷനും ഇനേബിൾ ചെയ്തിടാം. വേണമെങ്കിൽ മാത്രം, ഇല്ലാതെ ഇനേബിൾ ചെയ്യണമെന്നില്ല. ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ അഡ്വാൻസ് സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. ഇൻസ്റ്റാൾ ഫൗണ്ട് ടു സിസ്റ്റം എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട. ജസ്റ്റ് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുക, നിങ്ങളെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഏത് ഡാർക്ക് മോഡ് വേണോ, അത് 24 ഹവേഴ്സ് ഏത് വേണം, ഏത് കളർ ടൈപ്പ് വേണം, അങ്ങനെയാണ് ഇവിടെയൊക്കെ ചോദിക്കുന്നത്. ഡാർക്ക് മോഡ് വേണോ, നൈറ്റ് മോഡ് വേണോ, അങ്ങനെ ഡാർക്ക് മോഡ് വേണോ, ഡേ മോഡ് വേണോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഡാർക്ക് മോഡോ നൈറ്റ് മോഡോ മാറ്റി കൊടുക്കുന്നില്ല. അപ്ലൈ തീം എന്ന് പറഞ്ഞ ഓപ്ഷനിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ആയിട്ടുണ്ട്, തീം അപ്ലൈ ആയിട്ടുണ്ട്. ആ ഒരു ഇത് അപ്ലൈ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ടൈം വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ശേഷം ക്ലോസ് എന്ന് പറഞ്ഞ ബട്ടൺ കൊടുത്താൽ അത് നിങ്ങൾക്ക് ക്ലോസ് ആക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡേ മോഡാക്കി മാറ്റാം, ഡേ മോഡിലാക്കി കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നൈറ്റ് മോഡിലാക്കി കൊടുക്കാം, ഡേ മോഡിലാക്കി കൊടുക്കാം. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളും ചെയ്ത് നമ്മുടെ ഡോക്കും കൂടെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ താഴെ ഡോക്ക് സെറ്റ് ആയിരിക്കുന്നത്, ഡോക്കും കൂടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഇത്രയും കാര്യങ്ങളും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ ഏകദേശം ഒരു മാക് ബുക്ക് പ്രോയുടെ രീതിയിൽ കമ്പ്യൂട്ടർ ആയിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് വീഡിയോ ഇത്രയുള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അതേ രീതിയിലുള്ള ട്രിക്കുകൾ നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിലൊന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് iOS മാക് ബുക്ക് പ്രോയുടെ കൂട്ട് തന്നെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും നിങ്ങളുടെ കമ്പ്യൂട്ടറിനെ. അപ്പോൾ അടുത്ത ടെക്നോളജി വീഡിയോ കാണുന്നവരെ ബൈ.